നമ്മൾ ഇന്ന് ഒരു പഴയകാല നടിയുടെ വീട് പരിചയപ്പെടാനായിട്ട് പോവാണ്. ആ ഒരു വീട് ഇങ്ങനെ നശിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ വീടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ വീടൊക്കെ കാണാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പഴയകാല നടിയുടെ വീട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അവരുടെ പടങ്ങൾ കാണാത്ത മലയാളി കുറവാണ്, മരണപ്പെട്ടു പോയെങ്കിലും. ഒരു ചെറിയ കയറ്റത്തിലാണ് ഈ വീടിരിക്കുന്നത്. ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വരണം. ട്രിവാൻഡ്രത്ത് സിറ്റിയിലൊന്നും അല്ല ഈ വീടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന നടി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈമിൽ മലയാള സിനിമയുടെ എല്ലാമായിരുന്ന, മലയാളികൾക്ക് ഇന്നും ഇഷ്ടമാണ്, ഒരുപാട് ലേഡീസ് ആരാധകരുണ്ട്. അതേപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുള്ള ഒരു നടിയുടെ വീടാണ്. അപ്പോൾ ഒരു വീട് ഇങ്ങനെ ഇപ്പോൾ കാടൊക്കെ കയറി ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇതൊക്കെ ഒരു വീട്ടിൻ്റെ സൈഡാണ്. ഇത് കണ്ടോ, ഇവിടെ മൊത്തം അങ്ങനെ മരങ്ങളൊക്കെ വലുതായി കാടായിട്ട് കിടക്കുക. ആരോരുമില്ലാതെ വേറൊരവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഈ വീട്. ഈ വീട്ടിലോട് വരുമ്പോൾ ആദ്യം കാണിക്കാനുള്ളതെന്ന് പറഞ്ഞതാ സായി. ഇത് കാണുമ്പോൾ ഒരുതപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്, അല്ല ഇതാരെ വീടാണെന്നുള്ളത്. സായി എന്ന് കേൾക്കുമ്പോൾ ഒരു സായി ഭക്തയായിരുന്നു. അപ്പോൾ ഇനി പറയാതിരിക്കുന്നില്ല, ഈ വീടെന്ന് പറയുന്നത് ശ്രീവിദ്യ അമ്മ എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയ നടിയുടെ വീടാണ്. സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ച് ഉള്ളിലാണ് ഈ വീടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഇടമാണ്. പഴയ ഒരുപാട് ടൈപ്പ് വീടുകൾ ഇവിടെ ഉണ്ട്. ഒരു കാലത്തെ പ്രൗഢഗംഭീരമായ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീവിദ്യ അമ്മയുടെ വീട്. ഇന്ന് ആരുമില്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ തന്നെ പറയാം. അവരുടെ വീടാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് വേറെ ആരുമില്ല വീട് നോക്കി നടത്താനോ ഒന്നിനും. നോക്കൂ, ഒരു കാലത്ത് എന്തായിരുന്നല്ലേ, വെറും അനാഥമായിട്ട് കിടക്കുകയാണ്. എന്തുമാത്രം സിനിമകളിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡ, മലയാളം. പക്ഷേ മലയാളമാണ് ശ്രീവിദ്യ അയക്കിയത്. മലയാള പ്രേക്ഷകരാണ് ഇന്നും ഓർക്കുന്നത്. ഭയങ്കരമായ അഭിനയശേഷിയുള്ള ഒരു നടിയായിരുന്നു. പഴയകാല മധുസാറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേരായിട്ട് വന്നിട്ടുള്ളത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യ മധു, ശ്രീവിദ്യ പ്രേം നസീർ, ശ്രീവിദ്യ ജയൻ. എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ടൊന്നിരിക്കോ? ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. പരിശുദ്ധ പ്രേമത്തിന്റെ പ്രതീകമായ ഈ പുഷ്പം സ്വീകരിച്ചാലും. ഡയലോഗ് തീർന്നില്ല. ഡയലോഗോ? പാല് കുടിക്കാനും സമയമായിട്ടില്ല. ഡയലോഗ് തീർന്നില്ലല്ലോ. ശ്രീവിദ്യ മോഹൻലാൽ പടങ്ങളുണ്ട്. പിന്നെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂക്കാരെ കൂടെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നായികയായിട്ടും സഹോദരിയായിട്ടും അമ്മയായിട്ടും അവർ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഗണേഷ് കുമാർ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് ഇത് പിൽക്കാലത്ത് ഏറ്റെടുത്തത്. അവരെ മരണശേഷം പിന്നെ ഗണേഷ് സാറിനൊക്കെ ആയിരുന്നു ഇതിൻ്റെ അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ കുറേ നാൾ നോക്കി നടത്തി. പിന്നെ എന്തൊക്കെയാണെന്നുള്ള അറിയത്തില്ല. അവർ നല്ല രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. അല്ല, ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരുന്നു അവരിവിടെ, ഇപ്പോൾ ഒന്നും അല്ലാതായി കിടക്കും. എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. ഒരു കാലത്ത് മലയാള സിനിമയുടെ എല്ലാമായിരുന്ന ശ്രീവിദ്യ അമ്മയുടെ വീടാണ് നമ്മൾ ഈ കാണുന്നത്. എന്താ അല്ലേ, ഇന്നിപ്പോൾ ഈ ഷെഡിൽ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോ കിടപ്പുണ്ട്. വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ന് ഈ സ്വത്തുക്കളൊക്കെ ആരുടെയൊക്കെ കയ്യിലാണെന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ഫുള്ള് കാടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീടിനൊന്നും വലിയ പഴക്കമില്ല. ഇവിടെ മാത്രമാണോ വീടുള്ളത് എന്നുള്ളത് അറിയത്തില്ല. വേറെയും ചിലപ്പോൾ വസ്തുക്കളൊക്കെ ഉണ്ടാകും. തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചവരാണ്. അമ്മയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ അറിയാം. എന്തായാലും തിരുവനന്തപുരത്തെ ഈ വീട് ഇന്ന് വളരെ മോശം അവസ്ഥയിലാണുള്ളത്. ഇതൊക്കെ നോക്കി നടത്താൻ പോലും ആരുമില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാരുടെ വീടുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നശിച്ച് കിടക്കുകയാണ്. അതൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരിക്കും.
കുറച്ചുകൂടെ മുന്നോട്ട് കയറി സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും വീടൊക്കെ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്തെ മാത്രം ബേസ് ചെയ്ത് മാത്രമല്ല വേറെയും സ്ഥലങ്ങളിൽ ഞാൻ പോയി വീഡിയോ എടുക്കാറുണ്ട്. എന്നാലും തിരുവനന്തപുരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാരും കലാകാരികളുമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തെ ഇവരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലങ്ങളാണ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ഒരു ഇതിൽ ഓർമ്മകളായിട്ട് കിടക്കും. ചിലപ്പോൾ ഇനി കുറച്ചുകൂടെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൂടെ ഉണ്ടാവണമെന്ന് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതൊക്കെ ഇടിച്ച് കളഞ്ഞല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കാണാം. അപ്പോൾ കുറേ പേര് ഇനി വിമർശിക്കുന്നുണ്ടാവും, എന്തിനാ ഇതിൻ്റെ ആവശ്യം, അവർ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ആരിയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. മലയാള സിനിമ ഉള്ള കാലം വരെയും ഇവരൊക്കെ ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കും. അവർ ഇനി വരുന്ന തലമുറ അറിയാനുമുണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കലാകാരിയുടെ വീടാണ് ഈ ഒരു അവസ്ഥയിലുള്ളത്. അവർക്ക് മക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. കുറച്ച് കൊല്ലം മുമ്പ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല വിശാലമായ പൂന്തോട്ടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. ആ മരങ്ങളൊക്കെ കണ്ടില്ല, എല്ലാം ഉണങ്ങി ഒരു ഇതും ഇല്ലാതായിപ്പോയി. ആരും ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. മക്കളൊന്നും ഇല്ല എന്നുള്ള അവസ്ഥ ഇതാ. എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല, എല്ലാം കണ്ണി കണ്ട ആൾക്കാർ കൊണ്ടുപോകും. അതിൻ്റെ ഒരു തെളിവാണിതൊക്കെ. ഒരു കാലത്ത് ശ്രീവിദ്യയും കമലഹാസനൊക്കെ ഒരുപാട് ഗോസിപ്പുകൾക്ക് ഇരയായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രണയങ്ങളൊക്കെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നെയാണ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആ പ്രണയബന്ധത്തിൽ നിന്നൊക്കെ ഒരുപാട് നിരാശ വെച്ചിട്ടാണ് പിൽക്കാലത്ത് പിന്നെ കല്യാണമൊന്നും കഴിക്കാതെ ജീവിച്ചത്. എന്നാൽ കമലഹാസനോ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ വേറൊരു രീതിയിൽ പോവുകയാണ് ചെയ്തത്. നടിയായാലും നടനായാലും സാധാ മനുഷ്യനായാലും എല്ലാം ഇത്രയേ ഉള്ളൂ. ഒരു ടൈം കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. മരണപ്പെട്ടു പോയവർക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അവർ കാണുന്നുണ്ടെന്ന് വയ്ക്കുക. അവരവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒരു കാലത്ത് മനസ്സിൽ ഭയങ്കര ആഗ്രഹത്തോടെ വെച്ച വീടും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നില്ലേ? ആ മെയിൻ ഡോറിൻ്റെ അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു സായിബാബയുടെ പഴയ മോഡൽ ഒരു ഫോട്ടോ. ഈ വീട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വലിയ പഴക്കമൊന്നും ഇല്ലയെന്ന് തന്നെ കരുതാം. ഇത് ലേറ്റസ്റ്റായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു വെച്ച വീടായിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇതിൽ ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു ഭംഗിക്ക് ഒരു കുറവുമില്ല കേട്ടോ. ശ്രീദേവിക്ക് ഇപ്പം എങ്ങനെയിരിക്കുന്നു? ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ?